ഹായ് ഓൾ, എൻ്റെ കമ്മ്യൂണിക്കേഷൻ ടിപ്പ് സീരീസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളാണ്, അതായത് പാലിക്കേണ്ട ചില മര്യാദകൾ, നമ്മൾ എറ്റിക്വറ്റ്സ് എന്ന് പറയും, അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ടിപ്സാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ സംസാരിക്കാതെയായി എന്ന് വെച്ചാൽ അവരുടെ ബന്ധത്തിൽ എന്തോ പ്രശ്നമുണ്ടായി എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാതിരുന്ന രണ്ടാൾക്കാർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയാൽ അവരുടെ ആ ബന്ധം വീണ്ടും നിലവിൽ വന്നു എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷന് ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പർട്ടിക്കുലർലി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം, അതേപോലെ നമ്മൾ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ അത് പറഞ്ഞ് പഠിപ്പിച്ച് ശീലിപ്പിക്കുകയും വേണം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് എന്തെങ്കിലും ഒരു സുഖാന്വേഷണം, ഒരു സുഖവിവരം തിരക്കുക എന്നുള്ള ഒരു കാര്യം. അത് പലപ്പോഴും ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അതിനവർ മറുപടി പറയും, നമ്മുടെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയണ്ട. അങ്ങനെ പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യില്ല ആ ഒരു കൺവെർസേഷനിൽ. നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വേറെ അബൌട്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ അബൌട്ട്സോ, അല്ലാന്നുണ്ടെങ്കിൽ കുറേ കാലമായാലോ കണ്ടിട്ട് സുഖല്ലേ, പാരൻസിനെ കുറിച്ച് ചോദിക്കാം, അവരുടെ കുട്ടികളെ കുറിച്ച് ചോദിക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ഓൺ ആയിട്ടുള്ള ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. അതേപോലെ അവർ നമ്മളോടൊന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു ഊഷ്മളത ഫീൽ ചെയ്യും ആ ഒരു കൺവെർസേഷനിൽ. അപ്പോൾ അത് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള ഒരു ശീലം അവരെ പറഞ്ഞ് പഠിപ്പിക്കണം, നമ്മൾ പാലിക്കുകയും വേണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കൊണ്ടുവരാം. അതായത് ശന്തനു നായിഡു എന്ന് പറഞ്ഞിട്ട് രത്തൻ ടാറ്റയുടെ ഒരു ഫ്രണ്ട്. ശന്തനു നായിഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എങ്ങാണ് കേട്ടോ, മില്ലേനിയൽ ഫ്രണ്ട് ഓഫ് രത്തൻ ടാറ്റ എന്നാണ് അറിയപ്പെടുക. അത് ശന്തനു നായിഡുവിൻ്റെ പല ആക്ടിവിറ്റീസിലും രത്തൻ ടാറ്റ ഇംപ്രസ്ഡ് ആയി. അങ്ങനെ രത്തൻ ടാറ്റയുടെ ഫ്രണ്ട് സർക്കിളിൽ ശന്തനു നായിഡു എത്തിപ്പെട്ടു. അപ്പോൾ ശന്തനു നായിഡു പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ഈ കോവിഡ് പീരീഡിൽ ലോക്ക്ഡൗൺ ആയി. അപ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറേ പേർക്കൊക്കെ ബുദ്ധിമുട്ടായി. ഹോട്ടൽസിലൊന്നും ഫുഡ് അവൈലബിൾ അല്ല, ഇവർക്ക് കുക്ക് ചെയ്യാനും അറിയില്ല. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടമായി. അതായത് ഒരുപാട് കാലം ലോക്ക്ഡൗൺ പീരീഡ് നീളുകയും ചെയ്തു വിചാരിച്ചേക്കാളും. അപ്പം അവരുടെ ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ, ശന്തനു നായിഡു താമസിച്ചിരുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു പഞ്ചാബി കപ്പിൾ, ഏജ്ഡ് ആയിട്ടുള്ള കപ്പിളാണ്. അവർ ഈ സ്ഥിതി മനസ്സിലാക്കി ശന്തനു നായിഡുവിനെ 3 നേരം ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിൽ വളരെ ക്ലോസ് റിലേഷൻഷിപ്പിലായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക, വളരെ ഇൻറ്റിമേറ്റായി ആ ഫാമിലിയായിട്ട് ശന്തനു നായിഡു. അങ്ങനെ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞു. വീണ്ടും ശന്തനു നായിഡു പഴയ പോലെ തന്നെ ബിസി ഷെഡ്യൂൾ ഓഫ് ലൈഫിലേക്ക് മാറി. അപ്പം അങ്ങനെ ഇവർ തമ്മിൽ അങ്ങനെ പിന്നെ ഫ്രീക്വൻറ്റ് കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാണ്ടായി. അപ്പോൾ ശന്തനു നായിഡുവിനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കാര്യം ശന്തനു നായിഡുവിനെ ചിന്തിച്ചിരുന്നത്, എങ്ങനെ റെസിപ്രൊക്കേറ്റ് ചെയ്യും ഈ പഞ്ചാബി ഫാമിലിയോട്, എങ്ങനെ പ്രത്യുപകാരം ചെയ്യും. അപ്പം ക്യാഷായിട്ടോ അല്ലെങ്കിൽ ആ മറ്റ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കൊടുക്കുക, അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുക, അതൊക്കെയായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷെ അതൊന്നും ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല ശന്തനു നായിഡുവിന്. അപ്പോൾ ശന്തനു നായിഡു അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ശന്തനു നായിഡുവിന് ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ, കുറേ കാലമായല്ലോ ഇവരെ വിസിറ്റ് ചെയ്തിട്ട്, ഒന്ന് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ ഫാമിലിയിലേക്ക് ചെന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ശന്തനു നായിഡു പറയുകയാണ്, എനിക്കൊരു റിയലൈസേഷൻ വന്നു. അതായത് നമ്മൾക്ക് ഇവർക്ക് കൊടുക്കാവുന്ന ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരുടെ കൂടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, അത്രേ ആവശ്യമുള്ളൂ. അപ്പം ആ റിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ചന്ദ്രൻ നായിഡു ഓൾഡായിട്ടുള്ള കപ്പിൾസിന് ശ്രദ്ധിക്കാനുള്ള ഒരു പ്രോജക്റ്റ്, ആൾക്കാർക്ക് പറയാനുള്ളതും അത് കേൾക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് തുടങ്ങുന്ന ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു പറയുന്നുണ്ട്. എനിവേ ഈ സ്റ്റോറി നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർ പറയുമ്പോൾ മൊബൈലിൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് അവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മൾ പർട്ടിക്കുലർലി മുതിർന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് കുറച്ച് നേരം കേൾക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് ഫ്രണ്ട്? ദ പേഴ്സൺ ഹൂ ലിസൺ ടു യു മോസ്റ്റ്, അല്ലേ? നമ്മളെ ശ്രദ്ധിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ ഫ്രണ്ട് ആവുക. അത്രയും ആലോചിച്ചാൽ മതി. അപ്പോൾ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ശ്രദ്ധാപൂർവം കേട്ടു എന്ന് അവർക്ക് തോന്നലുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ലൊരു ഊഷ്മളമായ ഒരു കോൺവെർസേഷൻ അവിടെ നടക്കും, ഊഷ്മളമായ ഒരു ബന്ധവും അവിടെ ഉണ്ടാവും. ഇനി എൻ്റെ മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ടിപ്സ് സീരീസിൽ മറ്റൊരു വീഡിയോയും വരുന്നവരെ എല്ലാവർക്കും ബൈ.